ആളുകൾ രണ്ട് രൂപത്തിലാണ്. ചില ആളുകൾ ഈ ദുനിയാവിൽ ഞങ്ങൾക്കൊരു ഖൈറും വേണ്ട, പരലോകത്ത് മതി എന്ന് പറയുന്നവരാണ്. വേറെ ചില ആളുകൾ ഞങ്ങൾക്ക് ദുനിയാവിൽ മാത്രം മതി, പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. എന്നാൽ ഇസ്ലാം നോക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നിങ്ങൾ ഈ ലോകത്താണ് ജീവിക്കുന്നത്, അതുകൊണ്ട് ഈ ലോകത്തിലെ ഖൈറിനെ ചോദിക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യാനും മറ്റു ഭൗതികമായ നന്മ നിറഞ്ഞ വിഭവങ്ങൾക്കും വേണ്ടി. അതോടൊപ്പം ഖബറിലും മഹ്ശറിലും പരലോകത്തിലുമെല്ലാമുള്ള ഖൈറിനും നിങ്ങൾ തേടിക്കൊണ്ടിരിക്കണം. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന യുക്സിർ, അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിച്ച ദുആകളിൽ ഒന്ന്, അല്ലാഹുമ്മ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഈ ലോകത്തും ഞങ്ങൾക്ക് നീ ഖൈർ നൽകണമേ, പരലോകത്തും നീ ഞങ്ങൾക്ക് ഖൈർ നൽകണമേ, നരകാഗ്നിയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. ഇത് നിരന്തരമായി ഞാനും നിങ്ങളും ദുആകളിൽ ഉൾപ്പെടുത്തേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ് എന്ന് പ്രത്യേകം പറയുകയാണ്. ഈ ദുആ ഉൾപ്പെടെയുള്ള ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ നന്മകളും ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടായിരിക്കണം.